നമസ്കാരം. സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ഏഴാം മൈലിൽ സ്വകാര്യ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. കുട്ടികളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വെള്ളത്തിൽ നിന്നാണ് വിഷബാധ ഉണ്ടായതെന്ന് സൂചന. കായംകുളത്ത് നിരവധി പേരെ പേപ്പട്ടി കടിച്ചു. 2 ദിവസങ്ങളിലായാണ് സ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ തെരുവ് നായ കടിച്ചത്. 12 പേർക്ക് കടിയേറ്റു. KSRTC ബസ്സിലെ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തും. ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പാക്കുന്നത് അപ്രായോഗികമാണെന്ന് വിദഗ്ധ സമിതി. വിശദമായ വാർത്തകളിലേക്ക്. ഏഴാം മൈലിൽ സ്വകാര്യ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് കൂട്ടത്തോടെ ഭക്ഷ്യവിഷബാധ. ഛർദിയും വയറുവേദനയും വയറിളക്കവും ഉൾപ്പെടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട നിരവധി കുട്ടികളെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു. ഇതിൽ ചില കുട്ടികൾ ചക്കുവള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എൻ്റെ ബ്ലോക്ക് ഡിവിഷൻ പരിധിയിൽ വരുന്ന ഏഴാം മൈലിലെ സെൻറ് തോമസ് റെസിഡൻഷ്യൽ സ്കൂളിലാണ് ഈ സംഭവം നടന്നത്. ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഒരുപാട് രക്ഷകർത്താക്കൾ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സ്കൂൾ സന്ദർശിച്ചത്. അപ്പോൾ നമ്മൾ സ്കൂളിലെ അധികൃതരുമായിട്ടൊക്കെ സംസാരിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12 മണിയോടെ സ്കൂളിലെ മോട്ടോർ കംപ്ലൈൻ്റ് ആവുകയും അങ്ങനെ ഈ സമീപ പ്രദേശങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന ഒരു ഏജൻസിയുമായിട്ട് ഇവർ കോൺടാക്ട് ചെയ്യുകയും കുട്ടികൾക്ക് പാത്രം കഴുകാനും മറ്റുമായിട്ട് അത്തരത്തിൽ വെള്ളം എത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഒരുപാട് ഇവിടെ പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികൾക്ക് ശാരീരികമായി ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് അവർ ആശുപത്രിയിലൊക്കെ ചികിത്സ തേടി. ഇപ്പോഴും 1-2 കുട്ടികളൊക്കെ ആശുപത്രിയിലാണ്. അപ്പം പുറത്തുനിന്ന് എത്തിച്ച ആ ഒരു കുടിവെള്ളത്തിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായത് എന്നാണ് സ്കൂൾ അധികൃതർ പൊതുവായിട്ട് പറയുന്നത്. അപ്പോൾ എന്തായാലും സ്കൂളിലെ മാനേജ്മെൻറ്റ് തന്നെ അത്തരത്തിൽ പഞ്ചായത്തിനെയും ഹെൽത്തിനെയും ഒക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഏഴാം മൈൽ സെന്റ് തോമസ് റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. സ്കൂളിലെ ആവശ്യങ്ങൾക്കായി പുറത്തുനിന്ന് കൊണ്ടുവന്ന വെള്ളത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം. കുടിക്കാൻ ഉപയോഗിച്ചില്ലെങ്കിലും കുട്ടികൾ ഭക്ഷണശേഷം കൈയും വായയും കഴുകിയത് ഇതിലാണ്. സ്കൂളിലെ പമ്പ് തകരാറിലായതിനെ തുടർന്നാണ് അധികൃതർ പുറത്തുനിന്ന് വെള്ളം എത്തിച്ചത്. കരാറുകാരനെയാണ് വെള്ളം എത്തിക്കാനായി ഏൽപ്പിച്ചത്. ഇയാൾ എത്തിച്ച വെള്ളമാണ് കുട്ടികൾ ഉപയോഗിച്ചത്. പാറമടയിൽ നിന്നാണ് ഇയാൾ വെള്ളമെടുത്തതെന്നും നിർമ്മാണ ആവശ്യങ്ങൾക്കാണ് ഇത് നൽകുന്നതെന്നും പറയപ്പെടുന്നു. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് നൽകിയ വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. കുടിവെള്ളം വിതരണം ചെയ്തതിലെ വീഴ്ചകൾ സംബന്ധിച്ചും അധികൃതർ പരിശോധിക്കുന്നുണ്ട്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി സ്കൂളിലും പരിസരത്തും ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. തുടർന്ന് സ്കൂൾ മാനേജ്മെന്റ് തന്നെ പഞ്ചായത്തിനെയും ഹെൽത്തിനെയൊക്കെ പോലീസിനെയൊക്കെ വിവരം അറിയിച്ചു. അപ്പോൾ ഇപ്പോൾ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയൊക്കെ ഒരു മീറ്റിംഗ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ കുടിവെള്ളം വിതരണം ചെയ്തതിൽ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ഈ വെള്ളം എത്തിച്ചത് എന്നുള്ളത് പോലീസ് കൃത്യമായി തന്നെ പരിശോധിക്കും. അതോടൊപ്പം തന്നെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനും പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെള്ളം വിതരണം ചെയ്ത കുടിവെള്ളവും അതോടൊപ്പം തന്നെ സ്കൂളിലെ കുടിവെള്ളവും ഒക്കെ ടെസ്റ്റിങ്ങിന് വിധേയമാക്കിക്കൊണ്ട് ആരുടെ ഭാഗത്താണ് പോരായ്മയുള്ളത് എന്നുള്ളത്, അല്ലെങ്കിൽ ഗുരുതരമായൊരു വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം കൊച്ചുകുട്ടികളാണ്, UKG മുതൽ പ്രീ സ്കൂൾ വരെ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ മാനേജ്മെന്റ് കൃത്യമായ വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊണ്ടുവന്ന കുടിവെള്ളത്തിലെ പ്രശ്നമാണോ ഇത് എന്ന് പരിശോധിക്കാനുള്ള പരിശോധനകളൊക്കെ ഹെൽത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. സംസ്ഥാന സർക്കാരിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തും. ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പാക്കുന്നത് അപ്രായോഗികമാണെന്ന് വിദഗ്ധ സമിതി വിലയിരുത്തി. റിസർവേഷൻ സൗകര്യം ഉൾപ്പെടെയുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കില്ല. സംസ്ഥാന സർക്കാരിന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി പരിമിതപ്പെടുത്താൻ തീരുമാനം. ഫാസ്റ്റ് പാസഞ്ചർ മുതലുള്ള ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പിലാക്കുന്നത് അപ്രായോഗികമാണെന്ന് KSRTC വിദഗ്ധ സമിതി വിലയിരുത്തി. റിസർവേഷൻ സൗകര്യമുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത് സർവീസ് രംഗത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നതിനാലാണ് പദ്ധതി ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി ചുരുക്കാൻ നിർദ്ദേശമുയർന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ടിക്കറ്റ് വരുമാനത്തിലുണ്ടാകുന്ന നഷ്ടം സർക്കാർ നികത്തും. ഇതിനായി പ്രതിമാസം ഏകദേശം 90 മുതൽ 100 കോടി രൂപ വരെ അധികമായി കണ്ടെത്തേണ്ടി വരുമെന്നാണ് പ്രാഥമിക കണക്ക്. നിലവിൽ ശമ്പളത്തിനും പെൻഷനുമായി സർക്കാർ നൽകുന്ന 80 കോടി രൂപയ്ക്ക് പുറമെയാണിത്. കോവിഡിന് മുൻപ് പ്രതിദിനം 35 ലക്ഷത്തോളം പേർ യാത്ര ചെയ്തിരുന്ന KSRTCയിൽ നിലവിലത് 20 മുതൽ 25 ലക്ഷമായി കുറഞ്ഞിട്ടുണ്ട്. സൗജന്യ യാത്ര വരുന്നതോടെ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുമെന്ന്
KSRTC പ്രതീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചത് പ്രകാരം ജൂൺ 15-ന് പദ്ധതി നടപ്പാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗത്തിലുണ്ടാകും. ഭാവിയിൽ മറ്റ് സർവീസുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുന്ന കാര്യം സർക്കാർ പിന്നീട് തീരുമാനിക്കും. ന്യൂസ് ഡെസ്ക്. കായംകുളത്ത് നിരവധി പേരെ പേപ്പട്ടി കടിച്ചു. 2 ദിവസങ്ങളിലായാണ് സ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ തെരുവ് നായ കടിച്ചത്. 12 പേർക്കാണ് നായയുടെ കടിയേറ്റത്. പടിഞ്ഞാറൻ മേഖലയിൽ പട്ടിശല്യം വളരെ ഇതിന് പ്രമാണിച്ചിട്ട് തന്നെ ഞാൻ മുനിസിപ്പാലിറ്റി കത്ത് കൊടുത്തതാണ് ഈ പട്ടികളെ പിടിച്ചു എന്ന്. അപ്പൊ അന്നേരമൊക്കെ അതിനകത്ത് ഒരു അലംഭാവമാണ് കാണിച്ചുകൊണ്ടിരുന്നതെന്ന് തന്നെ വേണം പറയേണ്ടത്. അപ്പൊ അവര് പറയുന്ന ഇതിന് ഞാൻ പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലേസ് കാണിച്ചു കൊടുക്കണം പട്ടിയെ പിടിച്ചുകൊണ്ട് കളയുന്നതിന് വേണ്ടിയിട്ട്, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഹെൽത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. എൻ്റെ ആ കൊടുത്ത പരാതിയുടെ കോപ്പി ഉൾപ്പെടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ 8ഓളം പേരെ കടിച്ചുകൊണ്ട് വന്ന് ഇനി എത്ര പേര് വരുമെന്ന് നമുക്കറിയത്തില്ല. ഇന്നലെ പുല്ലോളങ്ങര ഭാഗത്തായിരുന്നു, ഇത് മറ്റു പ്രദേശങ്ങളിലോട്ടൊക്കെ. ആ പട്ടി ഇതുവരെ നമുക്ക് പിടിക്കാനും കഴിഞ്ഞിട്ടില്ല. രാവിലെ തന്നെ 4ഓളം പേരെ ഈ കണ്ണമ്പള്ളി ഭാഗം, കൊച്ചുപള്ളി ഭാഗം എന്ന് പറയുമ്പം ഒരുപാട് കുഞ്ഞുങ്ങളും മദ്രസയും സ്കൂളും വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റോഡിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നതാണ്. അത് തന്നെ ഒരു പരിഹാരം കണ്ടെത്താതെ ഇരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പോലും ആ റോഡിൽ കൂടെ പറ്റത്തില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കായംകുളത്ത് തുടർച്ചയായ 2ാം ദിവസവും തെരുവുനായുടെ ആക്രമണമുണ്ടായി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 8ഓളം പേർക്കാണ് കടിയേറ്റത്. കായംകുളം ഐക്യ ജംഗ്ഷന് വടക്കുഭാഗത്തായിരുന്നു സംഭവം. ഗുരുതരമായി കടിയേറ്റ 3 പേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം പിഞ്ചു കുഞ്ഞു ഉൾപ്പെടെ 4 പേരെ തെരുവുനായ കടിച്ചിരുന്നു. നൂറുകണക്കിന് തെരുവുനായ്ക്കളാണ് ദിനം പ്രതി ജനജീവിതത്തെ ദുസ്സഹപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ കായംകുളത്ത് ഇന്ന് രാവിലെ ഏതാണ്ട് 8ഓളം പേരെയാണ് കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഗുരുതരമായ പട്ടികടിയേറ്റ് ഇവിടെ അഡ്മിറ്റാക്കിയിരിക്കുന്നത്. ഇനി എത്ര പേരെ കടിച്ചിട്ടുണ്ടെന്ന് പോലും അറിയില്ല. ഇന്നലെ തന്നെ 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ തെരുവുനായ കടിച്ചിട്ട് മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുക. ആ കുഞ്ഞിനെ പരിപാലിച്ചിരുന്ന അമ്മുമ്മയും. അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷത്തിലൂടെ ഇന്ന് ഞങ്ങളുടെ പടിഞ്ഞാറൻ മേഖല കടന്നു പോകുന്നു. നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർ കായംകുളം താലൂക്ക് ആശുപത്രിയിലും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി ചികിത്സ തേടി. ന്യൂസ് ബ്യൂറോ, കായംകുളം. ചവറ BSNL ഓഫീസിലേക്ക് CPIM പ്രവർത്തകർ മാർച്ചും ധർണയും നടത്തി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി ഏരിയ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതിന്റെ ഭാഗമായാണ് മാർച്ചും ധർണയും നടത്തിയത്. CPIM ചവറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിൽ പ്രതിഷേധിച്ചാണ് BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. CPIM ചവറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഡോക്ടർ PK ഗോപൻ സമരം ഉദ്ഘാടനം ചെയ്തു. റഷ്യ 40% ഡിസ്കൗണ്ടിലാണ് ഇന്ത്യക്ക് എണ്ണ തന്നുകൊണ്ടിരുന്നത്. അതായത് അവിടെ ക്രൂഡ് ഓയിൽ എത്ര വില വർദ്ധിച്ചാലും, ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ സുപരിചിതമാണല്ലോ, നമ്മുടെ എണ്ണയുടെ അസംസ്കൃത വസ്തുവാണ് ക്രൂഡ് ഓയിൽ. ഈ ക്രൂഡ് ഓയിലിന്റെ വില 40% കുറച്ച് റഷ്യ തന്നുകൊണ്ടിരുന്നതാ. അവിടെ അമേരിക്ക ഭീഷണിപ്പെടുത്തി, ട്രംപ് ഭീഷണിപ്പെടുത്തി നരേന്ദ്രമോദിയെ. അങ്ങനെ നരേന്ദ്രമോദി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വേണ്ടെന്ന് വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ശക്തമായ വിലക്കയറ്റം അതിന്റെ പേരിലുണ്ടാവും. ഏറ്റവും വലിയ ക്രൂരതയാണ് കാണിച്ചത്. ഇതാണ് പെട്രോൾ ഡീസൽ വില വർധനയുടെ 1ാമത്തെ കാരണം. ഇത് 2ാമത്തെ കാരണം എടുത്താൽ, നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ വെച്ചൊരു വാഗ്ദാനമുണ്ട്. പെട്രോളുമായി ബന്ധപ്പെട്ട്, ഡീസലുമായി ബന്ധപ്പെട്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 50 രൂപയ്ക്ക് പെട്രോൾ നൽകും. അന്ന് പെട്രോളിന്റെ വില 70 രൂപയാണ്. 70 രൂപ എന്ന് പറയുന്നത് തന്നെ വലിയ വിലക്കയറ്റമാണ്. അന്നത്തെ സമയത്ത് 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 12 വർഷം മുമ്പ് 70 രൂപ എന്ന് പറഞ്ഞാൽ നല്ല വിലക്കയറ്റമാണ്. അപ്പൊ നരേന്ദ്രമോദി ജനങ്ങളോട് പറഞ്ഞു 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടും. അതിനുശേഷം നിരവധി വർഷങ്ങളായിട്ട് അത് 70 രൂപ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന് തുടരുകയായിരുന്നു. അപ്പോഴവരെന്താ ചെയ്തതെന്നറിയോ? ഈ പെട്രോളിന്റെ പുറത്ത് അധിക നികുതി ഏർപ്പെടുത്തി. അഡ്വക്കേറ്റ് G മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി R രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. മോൻകുട്ടൻ, സുരേന്ദ്രൻ പിള്ള, V മധു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. വനമിത്ര പുരസ്കാരം ജേക്കബ് S മുണ്ടപ്പുളത്തിന്. പരിസ്ഥിതി വൃക്ഷവ്യാപന പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് വനം വകുപ്പാണ് പുരസ്കാരം നൽകുന്നത്.
പോലീസിൽ നിന്നും സബ് ഇൻസ്പെക്ടറായി വിരമിച്ച ഇദ്ദേഹം നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ ചീഫ് കോർഡിനേറ്ററാണ്. പരിസ്ഥിതി വൃക്ഷവ്യാപന പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് വനംവകുപ്പ് നൽകുന്ന പുരസ്കാരമാണ് വനമിത്ര പുരസ്കാരം. കൊല്ലം സ്വദേശി ജേക്കബ് എസ് മുണ്ടപ്പുളമാണ് പുരസ്കാരത്തിന് അർഹനായത്. നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ സംസ്ഥാന ചീഫ് കോർഡിനേറ്ററാണ് ഇദ്ദേഹം. സംസ്ഥാനത്തും പുറത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പൊതുനിരത്തുകളിലും മധുരവനം പദ്ധതിയിലൂടെ ഫലവൃക്ഷങ്ങളും തണൽമരങ്ങളും നട്ടുവളർത്തുന്ന പ്രവർത്തനമാണ് ഇദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത്. സംസ്ഥാന പോലീസിൽ നിന്നും സബ് ഇൻസ്പെക്ടറായി വിരമിച്ച ഇദ്ദേഹം പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ഇതോടൊപ്പം വൃക്ഷവ്യാപനത്തിനായി വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും ക്ലാസുകളും സെമിനാറുകളും ക്യാമ്പുകളും സംഘടിപ്പിക്കുന്നു. സംസ്ഥാന പോലീസ് സേനയിൽ ആദ്യമായി വകുപ്പിന്റെ അനുമതിയോടെ പരിസ്ഥിതി വൃക്ഷവ്യാപന പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലുടനീളം നേതൃത്വം നൽകിയ പോലീസ് ഓഫീസറാണ് ജേക്കബ്. ഈ വനമിത്ര ജേതാവെന്ന സർക്കാരിൻ്റെ ഈ ഒരു അംഗീകാരത്തെ ഞാൻ വളരെ അഭിമാനത്തോട് കൂടി കാണുകയാണ്. എനിക്ക് 2-3 വർഷങ്ങൾക്ക് മുമ്പ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് ജില്ല ഇന്ന് എനിക്ക് അവാർഡ് തന്നിട്ടുണ്ട്. അതിനു മുമ്പും സന്നദ്ധ സംഘടനകളൊക്കെ അവാർഡുകൾ തന്നിട്ടുണ്ട്. എന്നിരുന്നാലും കേരള സർക്കാരിൻ്റെ ഈ ഒരു വനമിത്ര ജേതാവെന്ന അംഗീകാരം എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കിയിരിക്കുകയാണ്. ഇനി എൻ്റെ മരണം വരെയും വനമിത്ര ജേതാവ് എന്ന പേര് എൻ്റെ പേരിനോടൊപ്പം ചേർക്കുക എന്ന് പറയുന്നത് തന്നെ എൻ്റെ പ്രവർത്തനത്തിന് കിട്ടിയ വലിയൊരു അംഗീകാരമായി ഞാൻ കാണുകയാണ്. തന്റെ 5 സെന്റ് ഭൂമിയിൽ നിരവധി ഫലവൃക്ഷങ്ങളും ടെറസിൽ നിരവധി വൃക്ഷങ്ങളും ഇദ്ദേഹം നട്ടുവളർത്തുന്നു. സത്കർമ്മ, മാസ് എന്നീ ചാരിറ്റി സംഘടനകളിൽ നേതൃത്വപരമായ പങ്കും വഹിക്കുന്നു. കൊല്ലം മുണ്ടക്കൽ റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റാണ്. മികവാർന്ന പരിസ്ഥിതി വൃക്ഷവ്യാപന പ്രവർത്തനങ്ങൾക്ക് കൃഷിവകുപ്പിന്റെയും സന്നദ്ധ സംഘടനകളുടെയും ആദരവുകളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് AICC മൈനോറിറ്റി വകുപ്പ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായി ഇദ്ദേഹത്തെ നിയമിച്ചിരുന്നു. കൊല്ലം ലത്തീൻ കത്തോലിക്ക രൂപത PRO ഫാദർ ലാസറസ് പട്ടക്കടവ്, ദേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിലസ് എന്നിവർ സഹോദരങ്ങളാണ്. ജയ ജേക്കബാണ് ഭാര്യ. ജെയ്സൺ, ജെറിൻ, ആര്യ എന്നിവർ മക്കളാണ്. ഇത് എന്നോടൊപ്പം സഹകരിച്ച കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആയിരക്കണക്കിന് വരുന്ന നന്മമരം പ്രവർത്തകർ, ഉദ്യോഗസ്ഥരും സർവീസിൽ നിന്നും പിരിഞ്ഞവരും വിദ്യാർത്ഥി സമൂഹവും സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള ആളുകളുടെ സഹായവും സഹകരണവുമാണ് എന്നെ ഈ ഒരു വനമിത്ര ജേതാവായ പദവി എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിലും കൊല്ലം വി പാർക്കിലും മുലയൂട്ടൽ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഒ മാധവൻ ഫൗണ്ടേഷന് KSFE ആണ് ഫീഡിംഗ് സെന്ററുകൾ അനുവദിച്ചത്. ഒ മാധവൻ ഫൗണ്ടേഷന് KSFEയിൽ നിന്ന് അനുവദിച്ച 2 ഫീഡിംഗ് സെന്ററുകളാണ് കൊല്ലം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിലും കൊല്ലം വി പാർക്കിലും സ്ഥാപിച്ചത്. ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി M മുകേഷ് മുലയൂട്ടൽ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ കഴിഞ്ഞത്. KSFE മുൻ ചെയർമാനായിരുന്ന ശ്രീ വരദരാജൻ അദ്ദേഹം 4 മുലയൂട്ടൽ കേന്ദ്രമാണ് നമുക്ക് KSFEയുടെ മുഖേന നമുക്ക് തന്നിരിക്കുന്നത്. ഇന്ന് 2 എണ്ണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് നടത്തുന്നു. 2 എണ്ണം കുറച്ച് കഴിഞ്ഞ് നടക്കും. വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പലരും അത്ര അത്യാവശ്യമൊന്നും ഇല്ല എന്ന് കണക്കാക്കുന്ന ജനസിൽപ്പെടുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. പക്ഷേ അതിന്റെ ആവശ്യകത, അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ആശ്വാസവും സന്തോഷവും തരുന്നത് എന്നുള്ളത് നമ്മൾ കേരളത്തിന്റെ സുപ്രീം കോർട്ട് വരെ ഇടപെട്ട സംഭവമാണ്. ഇത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. വളരെ ജനത്തിരക്കുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും അമ്മമാരും സഹോദരിമാരും എത്തുന്ന സ്ഥലങ്ങളിൽ എത്തിക്കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു ആവശ്യകതയെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ എന്താണോ നമ്മൾ ഏറ്റവും നമ്മുടെ സംസ്കാരത്തിന് ഏറ്റവും മൂല്യത കണക്കാക്കുന്ന ആ ഒരു സംഭവം വിസ്മരിക്കപ്പെട്ട വർഷങ്ങളാണ്, അല്ലെ കാലമാണ് കടന്നുപോയത്. ഫൗണ്ടേഷൻ ചെയർമാൻ K വരദരാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺബാബു, വർക്കിംഗ് ചെയർമാൻ PK സുധീർ, ജോയിന്റ് സെക്രട്ടറി MS ശ്രീധർലാൽ, വിക്ടോറിയ ആശുപത്രി സൂപ്രണ്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നഗരത്തെ നടുക്കിയ കൊലപാതക കേസിൽ പ്രതി അറസ്റ്റിൽ.
കന്യാകുമാരി തക്കല സ്വദേശി വിജുവാണ് തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ നിന്നും പിടിയിലായത്. കഴിഞ്ഞ 25-ന് മുണ്ടക്കൽ സ്വദേശിയായ ലോട്ടറി വിൽപ്പനക്കാരൻ രാജേന്ദ്രൻ കൊല്ലപ്പെട്ട കേസിലാണ് അറസ്റ്റ്. കമ്മീഷണർ ഓഫീസിൽ നിന്ന് 100 മീറ്റർ അകലെ ലോട്ടറി വിൽപ്പനക്കാരൻ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട കേസിലാണ് കന്യാകുമാരി തക്കല സ്വദേശി വിജുവിനെ തമിഴ്നാട് വാൽപ്പാറയിൽ നിന്നും കൊല്ലം സിറ്റി പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ 25-നായിരുന്നു നഗരത്തെ ഞെട്ടിച്ച കൊലപാതകം. കടയ്ക്ക് മുന്നിൽ കിടന്നുറങ്ങുകയായിരുന്ന മുണ്ടക്കൽ സ്വദേശിയായ ലോട്ടറി വിൽപ്പനക്കാരൻ രാജേന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. വർഷങ്ങളായി കുടുംബവുമായി അകന്നു കഴിയുകയായിരുന്നു ഇയാൾ. രാത്രി സമയങ്ങളിൽ ഇയാൾ കടത്തിണകളിലായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. കഴുത്തിൽ തുണിമുറുക്കി ശ്വാസം മുട്ടിച്ചായിരുന്നു കൊലപാതകം. മരണം ഉറപ്പാക്കാനായി മുഖത്ത് മർദ്ദിച്ച് ക്രൂരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് മൃതദേഹം സമീപത്തെ പൈപ്പിൽ കെട്ടിയിടുകയും ചെയ്തു. കൊലപാതകത്തിനു ശേഷം ഇയാൾ നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് തമിഴ്നാട്ടിൽ നിന്ന് വിജു പിടിയിലായത്. പണത്തിനു വേണ്ടിയുള്ള കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തമിഴ്നാട്ടിലും സമാന കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അഞ്ചലിൽ പോലീസുകാരന്റെ വീട്ടിൽ കയറി ബൈക്ക് കത്തിച്ച കേസിൽ അറസ്റ്റിലായ യുവതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ശൂരനാട് സ്വദേശിനി ആരതിയുമായാണ് തെളിവെടുപ്പ് നടത്തിയത്. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ്. തെളിവെടുപ്പ് നടത്തിയിട്ട് അവരുടെ ബന്ധന ജംഗ്ഷനിലോട്ട് പോകുന്നു. എല്ലാ കാര്യങ്ങളൊക്കെ വായനശാല ജംഗ്ഷനിൽ നോക്കി, വീട്ടിൽ വന്ന് നോക്കി, ബുള്ളറ്റ് കത്തിച്ച് നോക്കി, എല്ലാം നോക്കിയിട്ട് വായനശാല ജംഗ്ഷനിലോട്ട് അല്ല ബന്ധന ജംഗ്ഷനിലോട്ട് തെളിവെടുപ്പിനെ കൊണ്ട് പോവുക. അഞ്ചൽ ആർച്ചലിൽ പോലീസുകാരന്റെ വീട്ടിൽ കയറി ബൈക്ക് കത്തിച്ച കേസിലാണ് ശൂർനാട് സ്വദേശിനി ആരതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. അഞ്ചൽ SHO ബിജു, SI ശ്രീജേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. കേസിലെ പ്രധാന പ്രതിയായ ആരതിയെ ആറന്മുള പോലീസ് സ്റ്റേഷനിലെ CPO ആയ ആർച്ചൽ സ്വദേശി വിവേകിന്റെ വീട്ടിലെത്തിച്ചായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. കനത്ത പോലീസ് സുരക്ഷയിലാണ് ആരതിയെ തെളിവെടുക്കാനായി അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തിച്ചത്. പരസ്പരമായിട്ടുള്ള കാര്യമാണ് സ്റ്റേഷനിൽ ചെന്നപ്പോ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, അവർ രണ്ടുപേരൂടെ വന്ന് ഈ കൊച്ച് ഇല്ല കടയിൽ ചെന്ന് അവിടെ കിടന്ന് അവിടെ ഉറങ്ങി എന്നാ, മറ്റേത് വന്ന് ഇവിടെ കത്തിച്ചിട്ട് അവിടെ ചെന്ന് പറഞ്ഞപ്പോഴാ ഈ കൊച്ച് എഴുതിച്ചതും രണ്ടുപേരും കൂടെ വണ്ടിയൊക്കെ വരുന്നാണ്ട് കൊണ്ട് ഓടിയതും വായനശാലയുടെ പുറം ചെന്ന് ഇരുന്നെന്നും എല്ലാം പറഞ്ഞ്. പക്ഷെ ഇപ്പൊ തെളിവെടുക്കാൻ വന്നപ്പം ആ കൊച്ച് അതിന്റെ പേര് ഫിദ ഫാത്തിമ എന്നാണെന്നും ഇവിടെ പറഞ്ഞതും, പിന്നെ അത് വന്ന വഴി എതിരെയാണെന്ന് ചോദിച്ചപ്പോ ആ കടയുടെ കാര്യം ഇപ്പൊ അത് മിണ്ടിയതേ ഇല്ല. വന്ന വഴി നേരെ വന്ന് ആ വീട്ടിനകത്തോട്ട് കയറിയ ആ രംഗമാണ് അത് കാണിച്ചത്. അത് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അത് പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അധ്യാപകരും വിദ്യാർത്ഥികളുമില്ല. തെക്കുംഭാഗം വടക്കുംഭാഗം LP സ്കൂളിന് പൂട്ടുവീണു. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാൻ 2 വർഷം ബാക്കി നിൽക്കെയാണ് LP സ്കൂളിന് താഴ്വീണത്. തെക്കുംഭാഗം നിവാസികളുടെ മാതൃവിദ്യാലയമായ വടക്കുംഭാഗം LP സ്കൂളിനാണ് പൂട്ടുവീണത്. പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാൻ 2 വർഷം മാത്രം ബാക്കി നിൽക്കെയാണ് സ്കൂൾ അടച്ചുപൂട്ടിയത്. സ്കൂളിലെ പ്രഥമ അധ്യാപിക മാർച്ച് 31-ന് വിരമിച്ചു. ഏക സീനിയർ അധ്യാപിക ഇതോടെ പ്രഥമ അധ്യാപികയായി. ഇവരും മെയ് 31-ന് വിരമിച്ചു. ഇതോടെ സ്കൂളിൽ അധ്യാപകരില്ലാതായി. വടക്കുംഭാഗം NSS കരയോഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂൾ 1953-ലാണ് ആരംഭിച്ചത്. അപ്പോൾ 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ ഞാൻ സ്കൂളിൽ പഠിച്ചു. അന്ന് കുട്ടികൾ തോനെ ഉണ്ടായിരുന്നു, സാറന്മാർ തോനെ ഉണ്ടായിരുന്നു. ഈ ഭാഗത്തുള്ള കുട്ടികളെല്ലാം ഇവിടെ തന്നെയാണ് പഠിച്ചത്. എന്താ അറിയണ്ടേ, ഇപ്പം അങ്ങനെ വന്ന് ഇപ്പോൾ പിന്നെ കുട്ടികളില്ലാതായി. സ്കൂളൊക്കെ പഴയ കെട്ടിടമായിരുന്നു, ഇപ്പം ഒരുപാട് മാറിയിട്ടുണ്ട് പഴയതിൽ നിന്ന്. കഴിഞ്ഞ പ്രാവശ്യം വളരെ തുച്ഛ കുട്ടികളുള്ളായിരുന്നു, സാറന്മാരും എല്ലാം പോയി. ഇപ്രാവശ്യം ആരും ഇല്ലെന്ന് തോന്നുന്നു. 450 വിദ്യാർത്ഥികൾ വരെ ഇവിടെ പഠിച്ചിരുന്നു. എന്നാൽ ഓടുമേഞ്ഞ കെട്ടിടങ്ങൾ ബലക്ഷയം സംഭവിച്ച് ചോർന്നൊലിക്കാൻ തുടങ്ങിയതോടെ ഫിറ്റ്നസ് ലഭിച്ചില്ല. പന്തലിലായിരുന്നു അന്ന്, പരമ്പ് കെട്ടിയായിരുന്നു സ്കൂള് തിരിച്ചിരുന്നത്. അങ്ങനെ 5-ാം ക്ലാസ് വരെ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. 5-ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചിട്ടാണ്. സേവപ്പന്തലായിരുന്നു ആദ്യം. പിന്നെ 5-ാം ക്ലാസ് വരെ ഇവിടെ പിന്നെ സ്കൂളുണ്ടാക്കി അതിലായിരുന്നു. പിന്നെ കുളങ്ങരവിളിയിലോട്ട് പോയി. 5-ാം ക്ലാസ് കഴിഞ്ഞാൽ കുളങ്ങരവിളിയിൽ പോയത്. ഇഷ്ടം പോലെ ഒരു ക്ലാസ്സിൽ 40-45 കുട്ടികളുണ്ടായിരുന്നു. ഇഷ്ടം പോലെ കുട്ടികളും ഉണ്ടായിരുന്നു. നല്ല നല്ല സാറന്മാരുമായിരുന്നു. തുടർന്ന് ഡിവിഷനുകൾ നഷ്ടമായി. ക്ലാസുകളിൽ കുട്ടികളുടെ എണ്ണം നാമമാത്രമായി. കഴിഞ്ഞ അധ്യയന വർഷത്തോടെ കുട്ടികൾ ഇല്ലാതായി. ഏറെ വൈകി മാനേജ്മെന്റ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി അനുമതി തേടി. എന്നാൽ ഫിറ്റ്നസ് നൽകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും അധ്യാപകരും കുട്ടികളും ഇല്ലാത്ത അവസ്ഥയിൽ
അധ്യയനം നടത്താൻ കഴിയില്ലെന്നും എഇഒ പറഞ്ഞു. ഇതോടെ അയ്യൻകോയിക്കൽ ഗവൺമെന്റ് LP സ്കൂളിനും ചവറ സൗത്ത് ഗവൺമെന്റ് UPSനും ഇടയിൽ 4 കിലോമീറ്ററിനുള്ളിലെ ഒരു പൊതുവിദ്യാലയം കൂടി ഇല്ലാതായി. ന്യൂസ് ബ്യൂറോ, ചവറ. കാമുകിയുടെ കൗമാരക്കാരനായ സഹോദരന് കാമുകന്റെ മർദ്ദനം. ഫോണിൽ മോശം മെസ്സേജ് അയച്ചത് വിലക്കിയതിന്റെ വൈരാഗ്യത്തിലാണ് 17-കാരന് ക്രൂരമർദ്ദനമേറ്റത്. ആയൂർ ഇളമാടിലായിരുന്നു സംഭവം. വന്ദനം 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 വിസ്മയം 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 ലാൽസലാം ലാൽസലാം. നിനക്ക് പഠിക്കണ്ടല്ലേ? എടാ എടാ അടിക്കണോടാ. തുമ്പിക്കേട്ട് കുറഞ്ഞ തുമ്പിക്കേട്ട് അടിച്ചോളൂ കൊണ്ട് നീ അടി. നീ അടിക്കണോ? നീ അടിക്കണോ? 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 ആയൂർ ഇളമാട് അമ്പലമുക്ക് സ്വദേശിയായ 17-കാരനാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത്. അമ്പലമുക്ക് സ്വദേശിയായ +1 വിദ്യാർത്ഥിയാണ് 17-കാരനെ മർദ്ദിച്ചത്. മൊബൈൽ ഫോണിൽ മോശമായ മെസ്സേജ് അയച്ചത് വിലക്കിയതിന്റെ വൈരാഗ്യത്തിലാണ് മർദ്ദനം. പലതവണ വീടിന് മുന്നിൽ വന്ന് വെല്ലുവിളിക്കുകയും മർദ്ദിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 29-ന് രാവിലെ 11 മണിയോടെ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയും സുഹൃത്തുക്കളും കളിക്കാൻ പോകുന്ന സമയത്ത് +1 വിദ്യാർത്ഥിയും സുഹൃത്തുക്കളും ബൈക്കിലെത്തുകയും അമ്പലമുക്ക് റോഡിന് സമീപത്ത് വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനമേറ്റ് റോഡിൽ വീണ 17-കാരനെ സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്ന് ആയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ രണ്ടാമന്മാര് വന്നിട്ട് പറഞ്ഞു നിന്നെ ഇന്ന് അടിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഥ ഈ ജനൽ തുറക്കാൻ പറ്റിയില്ല. ഇന്ന് നിന്നെ എടാ നീ ഇതിന്റെ അകത്ത് ഇപ്പോൾ ഉണ്ട്, എനിക്കറിയാം, നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഈ അടിയെല്ലാം നടക്കുന്ന മുമ്പേ എനിക്കൊരു മെസ്സേജ് വന്നായിരുന്നു മൊബൈലിൽ. ഞാൻ പറഞ്ഞു എൻ്റെ മൊബൈലിൽ ഇങ്ങനെ മെസ്സേജ് അയക്കാൻ പറ്റത്തില്ല, വിളിക്കാൻ പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനാണ് ഇത്രയും വിഷയം നടക്കുന്നത്, ഈ അടിയുടെ എല്ലാം. ഞാൻ പിന്നെ അങ്ങോട്ട് തിരിച്ച് രാവിലെ ഒരു പിറ്റേന്ന് രാവിലെ ആയപ്പം ഞാൻ താഴോട്ട് ഇറങ്ങിപ്പോയപ്പം ഉടനെ അവന്മാർ എൻ്റെ ആൾക്കാരെല്ലാം വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു ഇന്ന് നിന്നെ അടിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് കിടന്ന് ഉറങ്ങുകയുള്ളൂ, ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവന്മാർ കുറെ ചീത്തവിളിയായിരുന്നു, ആ റോഡ് മൊത്തം ചീത്തവിളിയായിരുന്നു. എന്നെ ഇവിടെ താഴെ കൊണ്ടുപോയി എന്നെ അടിക്കുകയും പിടിക്കുകയും എല്ലാം ചെയ്തു. അവിടുത്തെ എല്ലാ റോഡ് മൊത്തം എന്നെ വലച്ചെരിപ്പിക്കുകയും എല്ലാം ചെയ്തു. പിന്നെ നെഞ്ചൊക്കെ കൊണ്ട് അടിക്കാൻ നോക്കി. എന്നാ അപ്പൊ വേറെ അവന്മാര് വലിയ അണ്ണന്മാരെല്ലാം വന്ന് പിടിച്ചു മാറ്റി അവന്മാരെ. സംഭവത്തിൽ ചടയമംഗലം പോലീസിലും പട്ടികജാതി കമ്മീഷനിലും ജില്ലാ കളക്ടർക്കും കുടുംബം പരാതി നൽകി. സംഭവത്തിൽ ചടയമംഗലം പോലീസ് അന്വേഷണം നടത്തുകയും നടപടികൾക്കായി ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് റിപ്പോർട്ട് നൽകിയിരിക്കുകയുമാണെന്നാണ് പോലീസ് പറയുന്നത്. മർദ്ദനമേറ്റ കുട്ടിയുടെ സഹോദരി 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. മർദ്ദിച്ച വിദ്യാർത്ഥിയും മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ സഹോദരിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അത്രേ. ഇത് വീട്ടുകാർ വിലക്കി. എന്നാൽ വീണ്ടും ഫോണിൽ മെസ്സേജ് അയക്കുന്നത് സഹോദരൻ കണ്ടു. ഇത് വിലക്കിയതിനാണ് മർദ്ദനവും ഭീഷണിയും ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, ചടയമംഗലം. പ്രധാന വാർത്തകൾ വീണ്ടും. ഏഴാം മൈലിൽ സ്വകാര്യ സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. കുട്ടികളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. വെള്ളത്തിൽ നിന്നാണ് വിഷബാധ ഉണ്ടായതെന്ന് സൂചന. കായംകുളത്ത് നിരവധി പേരെ പേപ്പട്ടി കടിച്ചു. 2 ദിവസങ്ങളിലായാണ് സ്കൂൾ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ തെരുവ് നായ കടിച്ചത്. 12 പേർക്ക് കടിയേറ്റു. KSRTC ബസ്സിലെ സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തും. ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പാക്കുന്നത് അപ്രായോഗികമാണെന്ന് വിദഗ്ധ സമിതി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.